എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഈ നിമിഷത്തിൽ? സന്തോഷം. ഞാൻ എറണാകുളത്ത് പറഞ്ഞപ്പോ ഇവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ചുമ്മാ എന്തായാലും ബർത്ത്ഡേ അല്ല ചെക്കൻ്റെ അപ്പൊ ഒന്ന് വിഷ് ചെയ്തിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നാണ്. കൈ പൊള്ളും, കട്ടുതീയാണ്. അവൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആളായതുകൊണ്ട് പുള്ളില്ല. അവൻ തീയുടെ അത്യാവശ്യം തീയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പോലെ ബർത്ത്ഡേ എന്താ പറയാനുള്ളത്? ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. മറ്റത് രക്ഷപ്പെട്ടാലും അങ്ങോട്ട് കേറാതെ വിടില്ല. ഇല്ല, പക്ഷേ നന്നായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. എല്ലാം ഇതൊരു ഗെയിമാണെന്നുള്ളതാണ് ബേസിക് ആയിട്ട്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ച് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഫസ്റ്റ് വീക്കിൽ കാര്യം പറയാം. ഞാനും കൂടെ പുറത്തിറങ്ങി. ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഓടി വന്നത്. സത്യം പറയുന്നത് അതായത് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല. ഫസ്റ്റ് വീക്കിലല്ല, ഫസ്റ്റ് അല്ല, ഏകദേശം ഒരു 2-3 ആഴ്ച സെക്കൻഡ് വീക്കിൽ ഒരു അടിയൊക്കെ കഴിഞ്ഞ സെക്കൻഡ് വീക്കിൽ ഞങ്ങൾ ഒരു ഫൈറ്റ് ഉണ്ടായി. ഞാനും ഗബ്രിയൊക്കെ ആയിട്ട് ഒരു ചെറിയ വാക്ക് തർക്കം. ആ വാക്ക് തർക്കം കഴിഞ്ഞിട്ട് ഇവൻ നേരെ കിച്ചൺ ഏരിയ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. എടാ വേറൊന്നുമില്ല. സംഭവം കിച്ചണിൽ നിന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, അതായത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അടിയൊന്നും വേണ്ട, അതായത് ഗെയിം ഇവിടെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങി മാത്രമല്ല പറഞ്ഞേ, എടാ ഇങ്ങനെ പറഞ്ഞേടാ നീ ഞാനും ഇത് കഴിയുമ്പോഴത്തേക്കും പക്ക ഫ്രണ്ട്സ് ആയിരിക്കും. ഇവിടെ എന്ത് ഗെയിമായിട്ട് എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും അറിയാം, ഇവനും അറിയാം. അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തൊക്കെ പക്ക ഗെയിമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഇപ്പോൾ സായി ആയാലും ഇവനായാലും ഞാനായാലും നന്ദൂട്ടനായാലും നമ്മുടെ പോലെ നിശാനായാലും പക്ക നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടുന്ന് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാം പൊളിയാണ്, അടിച്ചു പൊളിക്കും. ഇത്രേ ഉള്ളൂ. നന്നായിട്ട് പോകണം, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പേഴ്സണലി എല്ലാവരുടെ ഗെയിമിനോടും പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത ഒരാളാണ് ഞാൻ. ഗെയിം എനിക്ക് ഇഷ്ടമാണ്. സായി പണപ്പെട്ടി എടുത്തതിനോട് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. അതിനൊരു 1 ലക്ഷം എനിക്ക് തരുമെന്നുള്ളതാണ് എനിക്ക്. ഞാൻ 3 ലക്ഷം ചോദിച്ചിട്ടുണ്ട്. ബാക്കി ടാക്സ് മൂന്നും പോയി ഒന്നും എല്ലാത്തിനും കേട്ടോ. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് എൻ്റെ ബാങ്കിൽ തന്നെ ഗബ്രി ഇനി തിരിച്ചു പോവാണ്. എല്ലാവരും ഒരുമിച്ച് ഒരിക്കൽ കൂടി അല്ലേ ബിഗ് ബോസിനകത്തേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട് ശരിക്കും? വളരെ നല്ല ഫീലിംഗ് ആണ്. അതായത് ബേസിക്കലി എല്ലാവരും കൂടി ഒരുമിക്കണ ഒരു അവസരമാകുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഒരു ഫ്രഷ് പരിപാടി, ഹാപ്പിയാണ്. ഒരുപാട് നാൾ മിസ് ചെയ്ത് ജാസ്മിനൊക്കെ കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് അവിടെ കാണാം. സിനിമൻ്റെ അവിടെ കാണാം. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടായിരുന്നോ? ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ഇന്നലെ വാഴയില് ഗബ്രിന്റെ പേരൊക്കെ ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു. അപ്പൊ അതിന്റെ ഓണത്തിലായിരുന്നു എപ്പിസോഡ് കണ്ടിട്ടുള്ള. ജാസ്മിനെ വാഴയില് ഗബ്രിന്റെ പേരൊക്കെ കണ്ടു, അത് കണ്ടായിരുന്നു. അല്ല, ഓരോരുത്തരും അവരെ ആളുകളെ മിസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും. അപ്പോൾ അതിപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോണ സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി മേടിക്കണത് റൊമാൻറ്റിക് ആയിട്ടൊന്നും അല്ലല്ലോ. അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും, മിസ്സിങ് ചെയ്യുന്ന. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം അതിൻ്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ്, കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. തിരിച്ചു പോകുമ്പോൾ അകലം കാണിക്കുമോ ജാസ്മിനോട്? അത് ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ കപ്പ് കിട്ടണം തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് ജാസ്മിൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല. എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല. എന്താ എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ, നല്ല കാര്യം. അപ്പൊ മതി. ഓക്കെ, പെങ്ങളൂരിനെ പറ്റി 2 വാക്ക് പറഞ്ഞു. അപ്പൊ ശരി. താങ്ക് യു. നൈസ് ടു മീറ്റ് യു ഗൈസ്. ഒരു മിനിറ്റ് വിട്ടോ ഒരു മിനിറ്റ് ഞങ്ങളൊന്ന്